Augen zu, Augen zu. Augen öffnen bitte und schauen dort. Wow, für mich? Ja. Oh, Marthe. വാലന്റൈൻസ് ഡേ അടുത്ത് വരാറായപ്പോൾ ഇച്ച എന്നോട് പറഞ്ഞു, അച്ചു കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വാലന്റൈൻസ് ഡേ ആണ്, നമുക്ക് എന്തെങ്കിലും ചെറിയൊരു സെലിബ്രേഷൻ നടത്തണ്ടേ, പുറത്തുപോയി ഫുഡ് കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാത്തിനാ അതൊക്കെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, നമുക്ക് ഈ ഒരു ടോപ്പിക്ക് വിട്ടേക്കാം എന്നിങ്ങനെ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്. ഇച്ചയെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ഗിഫ്റ്റാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അതായത് നമ്മുടെ റോസ് ഡേ ഉണ്ട്, ചോക്ലേറ്റ് ഡേ ഉണ്ട്, അങ്ങനെ ഹഗ് ഡേ, കിസ് ഡേ, അങ്ങനെ കുറേ ഡേയ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ 7 ദിവസമുണ്ട്. അപ്പോൾ 7 ഗിഫ്റ്റൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഞാനിങ്ങനെ പർച്ചേസ് ചെയ്ത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേങ്കിൽ ഗിഫ്റ്റ് എൻ്റെ കയ്യിലെത്തിയപ്പോഴത്തേനും വാലന്റൈൻസ് ഡേയുടെ ഒരു 2-3 ദിവസത്തെ തൊട്ട് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഓരോ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള എൻ്റെ പ്ലാൻ അങ്ങ് പൊളിഞ്ഞു. അങ്ങനെ വാലന്റൈൻസ് ഡേയുടെ അന്ന് ഞാൻ ഇച്ചയ്ക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇച്ച ശരിക്കും സർപ്രൈസ്ഡായി. ഇച്ച ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇച്ചയ്ക്ക് ഈ ഗിഫ്റ്റൊക്കെ ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീയല്ലേ പറഞ്ഞു ഒന്നും നമുക്ക് ചെയ്യണ്ട, ഒരു സെലിബ്രേഷനും വേണ്ട, എന്നിട്ട് നീ ഇതൊക്കെ എനിക്ക് ചെയ്തു തന്നില്ലേ, എനിക്ക് നിനക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തരാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആൾ ഭയങ്കരത്തിൽ എക്സൈറ്റഡായി. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്ന, ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൾ ഭയങ്കര ഹാപ്പിയായി. ഈ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇച്ച വല്ലാണ്ട് ഹാപ്പിയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ മാരേജിൻ്റെ ഫോട്ടോസാണ് കേട്ടോ അതിൽ, ആ പെൻ ഡ്രൈവിനകത്ത്. കുറേ നാളായിട്ട് ഇച്ച ബാക്ക് ചെയ്ത് നടക്കും, നമ്മുടെ മാരേജ് ഫോട്ടോസ് കാണാൻ പറ്റുന്നില്ലല്ലോ, എന്നാൽ കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ നാട്ടിൽ നിന്ന് എനിക്ക് ഈ പെൻ ഡ്രൈവ് ഇങ്ങോട്ടേക്ക് അയച്ചു തന്നു. അതിനകത്ത് ഫുൾ നമ്മുടെ മാരേജ് പിക്സാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ആൾ. എന്നെയും ഞെട്ടിപ്പിച്ച് കളഞ്ഞു കേട്ടോ ഈശ. നമ്മൾ പ്ലാൻ ചെയ്തതാണ് നമ്മൾ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന്. എന്നിട്ടും കൂടെ ഞാൻ അറിയാണ്ട് 1-2 ദിവസത്തിന് മുന്നേ ആ ഒരു ഫ്ലവർ ഇല്ല, അത് നല്ല ഭംഗിയുണ്ട്, അത് ഒത്തിരി നാൾ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ആ ഒരു ഫ്ലവർ മേടിച്ച് ഒളിപ്പിച്ച് വെച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞ് വാലന്റൈൻസ് ഡേയുടെ അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് എനിക്ക് ഈ സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര അഡിക്റ്റഡാണ് സ്വീറ്റ്സിൻ്റെ. അപ്പോൾ കുറേ സ്വീറ്റ്സൊക്കെ എനിക്ക് മേടിച്ചിട്ട് വന്നായിരുന്നു. എനിക്കിഷ്ടമുള്ള കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് ഭയങ്കര ഹാപ്പിയായി. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ.